ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വെൽ. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ടുള്ളൊരു വെണ്ടയ്ക്ക കറിയാണ്. ഇത് നമ്മൾക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇത് ശരിക്കും മീൻ കറിയുടെ അതേ ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കറിക്ക്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 250 ഗ്രാം വെണ്ടയ്ക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകിയതിന് ശേഷം ഒരു ടവൽ വെച്ചിട്ടെങ്ങാനും ഒന്ന് തുടച്ചെടുക്കുക. വഴുക്കൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനകത്തോട്ട് 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ കുറച്ച് തണുപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ഞാനിവിടെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ട പുളി ഒന്ന് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കണം. ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കുതിരാൻ വെക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് കിട്ടും. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ട മറ്റുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് 8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില, 1 ചെറിയ തക്കാളി, 2 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി തക്കാളി നല്ലപോലെ പൊടിയായിട്ട് അരിഞ്ഞു കൊടുക്കുക. ബാക്കിയുള്ളതെല്ലാം കൂടെ നമുക്ക് ചതച്ചെടുക്കണം. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും കല്ലിൽ വെച്ച് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പുരട്ടി വെച്ച വെണ്ടയ്ക്ക ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊരുപാട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കറിക്കകത്തോട്ട് ഇടുമ്പോഴത്തേക്കും ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്. ഇത് നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി നമ്മൾക്കൊരു മൺചട്ടി അടുപ്പത്തോട്ട് വെക്കാം. ഇനി നമ്മൾ വെണ്ടയ്ക്ക വഴറ്റാൻ ഒഴിച്ചു കൊടുത്ത എണ്ണ ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ മൺചട്ടിക്കകത്ത് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടെ ഏതാണ്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുണ്ട്. കടുകെല്ലാം നല്ലപോലെ പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ച ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം ഞാനിവിടെ വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളിയാണ് ഇനി ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പം കുറച്ച് നേരം ആയിട്ടുണ്ട് വഴറ്റി കൊടുത്തിട്ട്. ഇനി നമ്മൾ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി നല്ലപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അതും കൂടി ഇട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളിയെല്ലാം നല്ലപോലെ വെന്തുടയുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. തീ ഒരുപാട് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റി കൊടുത്താൽ മതി. ഇപ്പം തക്കാളിയെല്ലാം നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികളാണ് ഇട്ട് കൊടുക്കാനുള്ളത്. ആദ്യമേ തന്നെ മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവ വറുത്ത് പൊടിച്ചത് 1/4 ടീസ്പൂൺ ഇത്രയും ഇട്ട് കൊടുക്കുക. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് സാധാരണ മുളക് പൊടിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതാണെങ്കിൽ കുറച്ചും കൂടെ ഒരു കളർ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ നോർമൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെയായാലും കുഴപ്പമില്ല. തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് വഴറ്റി കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളത് പുളിവെള്ളമാണ്. നമ്മൾ നേരത്തെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് പുളി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം ചൂടൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. ഞാനിവിടെ പുളി നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമാണ് ഇനി ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യമേ തന്നെ എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കേണ്ട. പുളി നോക്കിയിട്ട് നമ്മൾക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ പുളി നോക്കിക്കഴിഞ്ഞപ്പം കുറച്ച് കുറവാണ്. അതുകൊണ്ട് എല്ലാ പുളിവെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയും വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. പാകത്തിന് കുറുകിയിട്ടാണ് കറി ഇപ്പം ഉള്ളത്. ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ച വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കുക. വെണ്ടയ്ക്കയ്ക്ക് ഒരുപാട് വേവിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയതാണ്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ തന്നെ നമുക്ക് കറി ഓഫ് ചെയ്യാം. ഒരുപാട് നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്കയെല്ലാം ഉടഞ്ഞു പോവും. അതുകൊണ്ട് ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. വെണ്ടയ്ക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് കറി ഓഫ് ചെയ്യാം. ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നല്ലപോലെ ചൂടുണ്ടായിരിക്കും. അപ്പം ആ ചൂടിലിരുന്ന് തന്നെ വെണ്ടയ്ക്ക വെന്തോളും. ഞാനിവിടെ കറി തിളച്ച് കഴിഞ്ഞ് 3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി വെണ്ടയ്ക്ക ഈ ചൂടിലിരുന്ന് തന്നെ വെന്തോളും. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ വെണ്ടയ്ക്ക കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. മീൻ കറി ഇല്ലെങ്കിൽ പോലും മീൻ കറിയുടെ അതേ ടേസ്റ്റിൽ ഈ കറി കൂട്ടി നമ്മൾക്ക് ചോറുണ്ണാം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്.
നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്